ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ SCTC ഒക്കെ ഓടിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ ആൾക്കാരൊക്കെ കുറേ പേര് കയറി ഇരിപ്പുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് പേരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയതാണ്. അപ്പോൾ കുറച്ച് പേര് ഇറങ്ങി. ഓക്കെ, നമ്മളിത് ഇവിടെ ഒരു ഗേറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കുമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ, അധികം സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. കയറ്റമൊക്കെ വലിക്കുമെന്ന് അറിയത്തില്ല, നമ്മളിതുവരെ കയറ്റമൊന്നും കയറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ KSRTC ഡിപ്പോയിലോട്ട് ഇവർ വിളിച്ച് വല്ല ഡ്രൈവറുണ്ടോ ഇവിടെ ഇത് ഓടിക്കാനില്ലെന്ന് പറഞ്ഞു. അപ്പം അവർ നേരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അവിടെ പോയി ഇവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമായി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളൊരു റൂട്ടിൽ കൂടാണ് പോകുന്നത്. ഹൈവേ റൈഡർ എന്നൊക്കെയാണ് വണ്ടിയിൽ എഴുതിയേക്കുന്നത്, പക്ഷേ നമ്മൾ പോകുന്ന ഇതുവഴിയുള്ള റൂട്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ ചെന്നൈയിലോട്ടങ്ങ് പോവാം. ഓക്കെ, ഇറക്കമൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഇച്ചിരി സ്പീഡ്, അല്ലാത്തപ്പോൾ ഒന്നും സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവനെയും കൊണ്ട് നമ്മൾ ചെന്നൈ വരെ പോകുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ഓക്കെ, അപ്പോൾ കുറേ പേര് ജോലി കഴിഞ്ഞ് നാട്ടിലേക്കൊക്കെ പോകുന്നവരുണ്ട്, ചിലർ ഇപ്പോൾ ജോലിക്കായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുറേ തുണിയും സാധനങ്ങളും ഒക്കെ വണ്ടിയുടെ മേളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഫുള്ളൊരു ബ്ലൂ കളർ സംഭവം ഇട്ട് മൂടി വെച്ചേക്കുമാണ്. ഓക്കെ, ഇതുപോലെ തന്നെ അകത്തും അവരുടെ ലഗേജൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സൈഡിലെ ഡിക്കിക്കകത്തിലും ഇരിപ്പുണ്ട് കുറച്ച് സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ കുറച്ച് പേരെ നേരത്തെ ഇറങ്ങിയപ്പം കുറച്ച് വെയിറ്റ് അങ്ങ് പോയി, അവരത് കുറച്ച് എണ്ണം കൊണ്ടുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മുടെ പ്രെഡേറ്റർ വാഷ് ചെയ്ത സ്ഥലമാണിത്, ഈ സൈഡിൽ. ഓക്കെ, നമ്മുടെ BS3 വണ്ടിയാണ് ഈ SCTC. ഞാൻ വിചാരിച്ചു BS4 വണ്ടിയായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു ബ്ലോക്കിലൊക്കെ കുടുങ്ങി കിടന്നിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, നമ്മൾ ഹെഡ് ലൈറ്റൊന്നും ഓൺ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്നാലും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ KSRTC പോലെയല്ല ഗൈസ്. ഒക്കെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ മാറി മാറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സീനുണ്ട്. നമ്മൾ നോർമൽ KSRTC എന്നും പറഞ്ഞ് ഓരോ ബട്ടണിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ വൈപ്പറൊക്കെ ഓണായി വരും. ബട്ടൺസ് മാത്രമേ ചെറിയ മാറ്റമുള്ളൂ, അല്ലാതെ വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്രെഡേറ്ററും അതുപോലെ ബോസിനെയും കൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് പേര്, നമ്മുടെ മെയിൻ നെയിം ബോർഡ് ചേഞ്ച് ചെയ്യണമെന്ന്. അതായത് ജസ്റ്റ് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് കടയിലേക്ക് കൊടുത്തേക്കുവാണ്, വർക്ക്ഷോപ്പിലേക്ക് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ പ്രെഡേറ്ററും ബോസും മാത്രം വർക്ക്ഷോപ്പിലാണ്, ബാക്കി എല്ലാ വണ്ടികളും ട്രിപ്പ് പോയേക്കുവാണ്, സിനിസ്റ്ററും കിഡ്നാപ്പറും ഒക്കെ. ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗൈസ് നമ്മളെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ KSRTC ഡിപ്പോയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ചെന്നൈ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അവിടെയുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാൽ മതിയെന്നാണ് പറഞ്ഞത്. അവിടുന്ന് നമ്മുടെ വണ്ടി വേറെ ഒരു ഡ്രൈവർ വന്ന് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ ബാബു അണ്ണനെയും കൂടെ വിളിച്ചിട്ടുണ്ട്, നേരെ ചെന്നൈ പെട്രോൾ പമ്പിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മളിത് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ കുറേ പെട്രോൾ പമ്പൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അണ്ണൻ അങ്ങോട്ട് വന്നോളൂ, നമ്മൾ ഇന്നോവയൊക്കെ എടുത്തുകൊണ്ട്. അപ്പം നമുക്ക് അതേ കയറി ഇനി പോന്നാൽ മതി. അയ്യോ, ഒരു ടാങ്കർ ലോറി സ്പീഡിൽ വരുന്നു. ഓ, എന്നാ സ്പീഡ് അവന്മാരൊക്കെ.
രണ്ട് വഴി. ഓക്കെ, ഇതൊരു ചെറിയ വഴിയാണ്. ഓക്കെ ഓക്കെ. അയ്യോ, നല്ല റിസ്ക്കാണ് ഇത് വഴി കയറുന്നത്. നമ്മൾ ചെന്നൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് ഇതുകൂടെ. അയ്യോ, എന്തോ കാണിക്കുവാടാ. ഇതൊരു മഹീന്ദ്രയുടെ വണ്ടി നമ്മുടെ ഫ്രണ്ടിലേക്ക് കയറി കിടക്കുന്നു. കറക്റ്റ് നമ്മൾ വന്ന ഫ്രണ്ടിലേക്ക് എന്താണ് പ്രശ്നം? പെട്ടെന്ന് ഇപ്പം നമ്മളവനെ ഇടിച്ച് തെറിപ്പിച്ചതിന്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടിയല്ല, നമുക്ക് പണി കിട്ടാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ബാക്കിലേക്ക് എടുത്തിട്ട് ഒന്ന് ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇറക്കത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ബാക്കിൽ കുറച്ച് ലോഡ് ഉണ്ടായിരുന്നു. അപ്പം ഇറക്കത്തിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ബ്രേക്ക് കിട്ടാതെ വന്നു. അപ്പം നേരെ ആ ബാരിയറെ ചെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഡ്രിഫ്റ്റ് ആക്കിയതാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, പുള്ളിയുടെ ഭാഗത്ത് തെറ്റല്ല, വണ്ടിയുടെ കുഴപ്പമായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് നിർത്തണം ഇടയ്ക്ക് എവിടെയെങ്കിലും. ഓക്കെ ഗൈസ്, അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ പുലർച്ചെ 4 മണിയായിട്ടുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ അല്ല നമ്മൾ നിർത്തേണ്ടത്, കുറച്ചുകൂടെ പോയിട്ടാണ് നിർത്തേണ്ടത്. ഓക്കെ, കുറേ ട്രാവലറും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ടൂറൊക്കെ പോയിട്ട് വരുവാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ വയനാടൻ ബസ്സൊക്കെ പോകുന്നു.
ഓക്കെ ഗൈസ്, അപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ പോകുന്ന ഒരു അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് നമ്മളിവനെ നിർത്തി ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടെ പോയാൽ മതി. ഓക്കെ, നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മളെ ആൾക്കാരെ ഇറക്കിയിട്ട് ഇനി അവിടുന്ന് വേറെ ഒരു ഡ്രൈവർ വന്ന് എടുക്കും. അന്നേരം അവിടുന്ന് കയറാനുള്ള ആൾക്കാരെല്ലാം കയറും. അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മളെ ജോലി അങ്ങ് ചെയ്തേക്കാം. അവിടെ കൊണ്ടങ്ങ് നിർത്തിയിട്ടേക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ കാണുന്ന പെട്രോൾ പമ്പിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറ്റി നിർത്താം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇനി ഡീസൽ അടിച്ചിട്ട് കൊണ്ടിടണോ? വേണ്ട, അത് മറ്റേ ഡ്രൈവർ വന്നിട്ട് ചെയ്തോളൂ. ഓക്കെ, അയ്യോ, ലൈറ്റ് ഓഫാക്കിയില്ല. ലൈറ്റ് കൂടെ ഓഫാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെന്നൈ ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിക്കോ. ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ചെന്നൈ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാബുണ്ണും വന്നിട്ടില്ല ഇതുവരെ. പുള്ളി ഒന്നുകൊണ്ടൊന്ന് വിളിച്ച് നോക്കണം. ഫുള്ള് പൊടിയാണ് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.